തലസ്ഥാനത്ത് വി രാജേഷ് മേയർ സ്ഥാനത്തേക്ക് തിരക്കിട്ട നീക്കങ്ങൾക്കും ചരടുവലികൾക്കും ഒടുവിൽ നറുക്ക് വീണത് വി രാജേഷിനാണ്. RSS പിന്തുണ രാജേഷിന് ലഭിച്ചതോടെയാണ് ശ്രീലേഖയ്ക്ക് വഴിയടഞ്ഞത്. സംസ്ഥാന നേതൃത്വം ശ്രീലേഖയുമായി ചർച്ച നടത്തിയിരിക്കുകയാണ്. തിരക്കിട്ട നീക്കങ്ങളും ചർച്ചകളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. ശ്രീലേഖയുടെ പേര് മുൻതൂക്കമായി വന്നു. പക്ഷേ ഇടയ്ക്ക് വി രാജേഷിന്റെ പേരും പരിഗണിക്കപ്പെട്ടു. അവിടെയാണ് RSSന്റെ നിർണായക ഇടപെടൽ ഉണ്ടായത്. വി രാജേഷിനെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ പ്രൊഫൈൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. 5 വർഷം ആദ്യമായി ലഭ്യമായിട്ടുള്ള നഗരസഭയെ ഈ കോർപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായി സുസ്ഥിര ഭരണം തന്നെ വേണമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് RSS മുൻപരിചയമുള്ള വി രാജേഷിന്റെ പേരിന് മുൻതൂക്കം നൽകിയത്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, അങ്ങനെ ഒറ്റപ്പേരിലേക്ക് എത്തുമ്പോൾ വി രാജേഷിന് അനുകൂലമാകുന്ന ഘടകങ്ങളല്ലേ? ഒറ്റപ്പേരിലേക്ക് എത്തുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. അടുത്ത അരമണിക്കൂറിനകം അന്തിമമായ പ്രഖ്യാപനം ഉണ്ടാകും. അത് പ്രസ് റിലീസായിട്ടോ അല്ലെങ്കിൽ നേതാക്കൾ BJP ജില്ലാ ഓഫീസിലോ ആ പ്രഖ്യാപനം നടത്തും. നിലവിൽ ഇപ്പോൾ ഇതുവരെ ഈ നിമിഷം വരെ വി രാജേഷിന് തന്നെയാണ് പൂർണ്ണമായ മുൻതൂക്കം എന്നതാണ്. നമ്മൾ നേതൃത്വവുമായി ബന്ധപ്പെടുമ്പോൾ കരമന അജിത്തിന്റെ പേരോ അല്ലെങ്കിൽ MR ഗോപന്റെ പേരോ ഇല്ല. അതേസമയം തന്നെ R ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് അവസാനം എത്തുമ്പോൾ ഇല്ല എന്ന സൂചന തന്നെയാണ്, കൃത്യമായ സൂചന തന്നെയാണ് നമുക്ക് നേതൃത്വവുമായി ബന്ധപ്പെടുമ്പോൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. അത് ഔദ്യോഗിക നേതൃത്വവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അവർ പങ്കുവയ്ക്കുന്നതും അങ്ങനെ തന്നെയാണ്. അത് മാത്രമല്ല, R ശ്രീലേഖയുമായി നേരിൽ തന്നെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷും ജില്ലാ പ്രസിഡന്റ് കരമന ജയനും സംസാരിച്ചിരുന്നു. ഏതായാലും അതിനുശേഷം ഇപ്പൊ കരമന ജയൻ നമ്മോടൊപ്പം ഉണ്ട്. ജയനേട്ടാ, എങ്ങനെ തീരുമാനം എപ്പോഴേക്കും ഉണ്ടാവും? ഞങ്ങൾ ഇന്നലെ കൗൺസിലർമാരുടെ എല്ലാവരുടെയും അഭിപ്രായം എടുത്ത് സംസ്ഥാന പ്രസിഡന്റിനെ വിട്ടു. കൂടുതലും സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിക്കട്ടെ എന്നുള്ള നിലപാടിലെടുത്തത്. സംസ്ഥാന അധ്യക്ഷൻ തീരുമാനം ഉടനെ അറിയിക്കും എന്നുള്ളതാണ്. ഉടനെ അറിയിക്കും. ഒരു പേരിലേക്ക് എത്തി. ഇനിയിപ്പോ ഒരു കൺഫ്യൂഷൻ, അവസാന ചർച്ചകൾ പൂർത്തിയായോ? അവസാന ചർച്ചകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങൾ തീരുമാനം അറിയിക്കും. അപ്പോ R ശ്രീലേഖയുടെ പേരുണ്ട്. രാവിലെ R ശ്രീലേഖ മേഡമായി സംസാരിച്ചിരുന്നല്ലോ. അതായത് ഇപ്പോ എന്താണ് മാഡത്തിന്റെ ഒരു നിലപാട്? പാർട്ടി തീരുമാനം എടുക്കുന്ന എല്ലാവരും അംഗീകരിക്കണമല്ലോ. പാർട്ടി എന്ത് തീരുമാനം എടുത്താലും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ ആ തീരുമാനം അംഗീകരിക്കുക എന്നുള്ളത് എല്ലാവരും ബാധ്യസ്ഥരാണ്. അതാണല്ലോ പാർട്ടി. പാർട്ടി ഏത് തീരുമാനം എടുത്താലും അംഗീകരിക്കും. അത് അനുകൂലമാണോ പ്രതികൂലമാണോ വ്യക്തികൾക്ക് അതീതമാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. പാർട്ടി ഒരു തീരുമാനം എടുത്താൽ അംഗീകരിക്കുക. ആ അംഗീകരിച്ചുകൊണ്ട് ആരാണ് നിശ്ചയിക്കുന്നത് അവരുടെ പുറകിൽ നിന്ന് ഈ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഈ ഒരു ആദ്യമായിട്ട് മേയർ സ്ഥാനം അല്ലെങ്കിൽ ആദ്യമായി നഗരസഭ ഭരണം കിട്ടിയ മേയർ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ആ മേയർ പൊസിഷൻ രാഷ്ട്രീയ പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആവണം എന്ന ഒരു ചർച്ച പ്രധാനമാണോ? പൊളിറ്റിക്കൽ ശ്രീലേഖ പൊളിറ്റിക്കൽ ലീഡറാണല്ലോ. 1.5 വർഷമായി പാർട്ടി ചേർന്നിട്ട് അവർ മത്സരിച്ചത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. അവർ ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം അവർ പാർട്ടി എന്ത് തീരുമാനം എടുത്താലും അംഗീകരിക്കും എന്നുള്ളതാണ്. അംഗീകരിക്കാൻ അവർ തയ്യാറാണ്. പിന്നെന്താ, ഈ വി രാജേഷിനെ മേയർ സ്ഥാനത്തേക്കുള്ള തീരുമാനം സംബന്ധിച്ച് എടുത്തിട്ടുണ്ടോ? ഇല്ല, അത് വരും. തീരുമാനം ഇപ്പം വരും. അതായത് സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങൾ വിട്ടു. സംസ്ഥാന അധ്യക്ഷൻ എന്താ തീരുമാനം എടുത്ത് അറിയിക്കും. എന്തെങ്കിലും അറിയിക്കണം. അപ്പോൾ ഒരു ഔദ്യോഗികമായൊരു പ്രഖ്യാപനം ആരുടെ പേരാണ് എന്നത് ഇപ്പോൾ ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ വിശദീകരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ദേശീയ നേതൃത്വത്തിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന അധ്യക്ഷനാണ് ആ തീരുമാനം അറിയിക്കേണ്ടത്. അതൊരു വാർത്താക്കുറിപ്പായിട്ടായിരിക്കും വരുന്നത്. അത് ആ വാർത്താക്കുറിപ്പ് സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, RSSന്റെ ഒരു പിന്തുണ, RSSന്റെ ഒരു നിലപാട് ഈ മേയർ സ്ഥാനത്ത് നിർണ്ണയിക്കുന്ന കാര്യത്തിൽ, സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച പൂർണ്ണമായും അവിടെ പ്രശാന്ത് RSS ഈ താഴെത്തട്ടിൽ ഇറങ്ങി പ്രചരണം നടത്തിയ ഒരു മേഖലയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ളത്. അത് ഈ ഒറ്റ വർഷം കൊണ്ടല്ല, എത്രയോ നാളുകളായി അങ്ങനെ RSSന്റെ മേൽനോട്ടമുണ്ട്. അതിനപ്പുറത്തേക്ക് BJPയിൽ ഒരു ആശയക്കുഴപ്പം എന്തുകൊണ്ടുണ്ടായി? ഏറ്റവും പ്രധാനം ഒന്ന്, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്ന് ഈ തിരുവനന്തപുരം മേയറെ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിശാലമായ ഒരു ചർച്ച നേതാക്കൾക്കിടയിൽ, മുതിർന്ന നേതാക്കൾക്കിടയിൽ നടന്നിട്ടില്ല എന്നൊരു പരാതി വ്യാപകമായിട്ടുണ്ട്. മാത്രമല്ല, ആ പരാതി ഇന്ന് വി മുരളീധരപക്ഷം ഇന്ന് കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചു. അത് നേരിട്ട് ഫോണിലൂടെയും കത്തായെല്ലാം മുതിർന്ന നേതാക്കൾ തന്നെ ധരിപ്പിച്ചു എന്ന വിവരമാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി അവർ ഉന്നയിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുക്കപ്പെട്ട 50 കൗൺസിലർമാരുടെ യോഗം ചേർന്നിരുന്നു. 50 കൗൺസിലർമാരെ വിളിച്ച് അവരുടെ അഭിപ്രായം ആരാഞ്ഞിരുന്നു. അപ്പോൾ ഓരോ കൗൺസിലർമാരും അവരുടെ കാഴ്ചപ്പാട് ആരായിരിക്കണം മേയർ ഏത് സ്റ്റേറ്റസിലുള്ള ആൾ,
അല്ലെങ്കിൽ അതായത് മേയറെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചിരുന്നു. പലരും രാഷ്ട്രീയം പരിചയമുള്ള അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അത്തരം പ്രാവീണ്യമുള്ളവരാകണം എന്ന ഒരു നിർദ്ദേശം വച്ചിരുന്നു. ചില നേതാക്കളുടെ, ചില കൗൺസിലർമാരുടെ, മുതിർന്ന കൗൺസിലർമാരുടെ പേര് പറഞ്ഞിട്ടു. ചിലരുടെ പേര് വിരാജ് അടക്കമുള്ള പലരുടെയും പേരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചത്, സംസ്ഥാന നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗമായി നിർദ്ദേശിച്ചവർ പങ്കെടുത്ത സംസ്ഥാന നേതൃത്വം പറഞ്ഞത്, സംസ്ഥാന അധ്യക്ഷൻ ഇതെന്ത് അഭിപ്രായം കേട്ട ശേഷം സംസ്ഥാന അധ്യക്ഷൻ ഏത് പേര് തീരുമാനിച്ചാലും അത് നിങ്ങൾ അംഗീകരിക്കില്ലേ എന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യമാണ് ഉന്നയിച്ചത്. ഇതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. അതായത് ഒരു അഭിപ്രായം ലഭിക്കുകയും അല്പസമയത്തിനകം വി വി രാജേഷിന്റെ പേരിലേക്കും എത്തുകയാണെങ്കിൽ ശ്രീലേഖ IPS എന്ന പ്രധാനപ്പെട്ട ഒരു നേതാവിന്, നിലവിലെ നേതാവിന് എന്ത് അക്കമഡേഷൻ നൽകും? ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകുമോ? അതല്ല ഡെപ്യൂട്ടി മേയർ സ്ഥാനവും നൽകാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ BJPക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ള മേഖലയാണ്. മറ്റേതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഫീൽഡ് ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ടോ? കൈപ്പള്ളി, അതായത് അല്പം മുൻപ് വളരെ നിർണായകമായ തീരുമാനം എടുക്കാൻ കഴിയുന്ന സംസ്ഥാന നേതൃത്വവുമായി നമ്മൾ സംസാരിച്ചപ്പോൾ വി രാജേഷിന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും മുൻതൂക്കമുള്ളത്. അതേസമയം തന്നെ കരമന അജിത്തിന്റെ എം ആർ ഗോപന്റെയും പേരുകൾ ആ ഘട്ടത്തിൽ അതിലേക്ക് പരിഗണിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മുൻതൂക്കത്തിലേക്ക് അവരെത്തുന്നുമില്ല എന്ന് തന്നെയാണ്. അതായത് രാജേഷിലേക്ക് ആ പേര് തിരുവനന്തപുരം മേയർ എന്ന സ്ഥാനം എത്തുന്നു എന്ന നിലയിലേക്കാണ് ഇപ്പോഴത്തെ പോക്ക്. ഇനി അന്തിമമായ പ്രഖ്യാപനം സംസ്ഥാന അധ്യക്ഷന്റേതായി വരുമ്പോൾ അത് ദേശീയ നേതൃത്വത്തിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ട്വിസ്റ്റ് ഈ ഘട്ടത്തിലും നമ്മൾ അവസാനം ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കാതിരിക്കേണ്ട. കാരണം നമുക്ക് ഇപ്പോൾ ദേശീയ വർക്കിംഗ് പ്രസിഡന്റിനെ തീരുമാനിച്ച കാര്യത്തിലെല്ലാമുള്ള ഒരു ട്വിസ്റ്റ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലത്തെ മുൻതൂക്കമാണ് നമ്മൾ പറയുന്നത്. മാത്രമല്ല ആർ ശ്രീലേഖ IPSനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കില്ല എന്ന് വരുമ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതയാണ് ഇത്തവണ തിരുവനന്തപുരം നഗരസഭയിൽ. അപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആർ ശ്രീലേഖ പരിഗണിക്കുന്നില്ല എന്നത് തന്നെയാണ്. കാരണം അവരെ അതിനും ഉയർന്ന പോസ്റ്റിൽ, ഉയർന്ന ചുമതലകളുമായി അവരെ പ്ലേസ് ചെയ്യേണ്ടതുണ്ട് എന്ന വ്യക്തമായ ബോധ്യം സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനുമുണ്ട്. സ്വാഭാവികമായും 3 മാസത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും BJPക്ക് വിജയ സാധ്യതയുള്ള ഒരു സീറ്റ് തന്നെ തിരുവനന്തപുരത്താണെങ്കിൽ വട്ടിയൂർക്കാവ് പോലൊരു സീറ്റ് തന്നെയായിരിക്കും ആർ ശ്രീലേഖയ്ക്ക് മത്സരിക്കാനായി നൽകുക. മാത്രമല്ല അങ്ങനെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സരത്തിലേക്ക് പോകുമ്പോൾ BJP നേതൃത്വത്തിന് RSSന്റെ കൂടി ഇപ്പോഴത്തെ RSSന്റെ പിന്തുണയില്ലാതെ അല്ലെങ്കിൽ RSSനെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എളുപ്പമല്ല. കാരണം തിരുവനന്തപുരം നഗരസഭയിൽ വിജയത്തിന് അനിവാര്യം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായത് RSS ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി വർക്ക് ചെയ്തതാണ്, പ്രവർത്തിച്ചതാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് 3 മാസത്തിനപ്പുറമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ BJPക്ക് തിരുവനന്തപുരത്ത് നഗരസഭ ഭരണം കിട്ടി. പക്ഷേ BJPയുടെ വോട്ട് കണക്ക് വലിയ ആശങ്കപ്പെടുത്തുന്നതാണ് അവരെ സംബന്ധിച്ച്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ടായിരുന്നത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 17.2% വോട്ടായിരുന്നത് ഇപ്പോൾ 14.4% കുറഞ്ഞിരിക്കുന്നു. അതായത് 10 വർഷം പിന്നോട്ട് BJPയുടെ വോട്ട് ശതമാനം ഇടിഞ്ഞു പോയിരിക്കുന്നു എന്നതാണ്. അത് ചെറിയ കാര്യമല്ല, അത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാണ്. അടുത്ത ജനുവരി 3 കോർ കമ്മിറ്റി ചേരുമ്പോൾ വലിയ ചർച്ചാ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ RSSനെ ഈ മേയർ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ RSSന്റെ അഭിപ്രായം മാനിക്കാതെ മുന്നോട്ട് സംസ്ഥാന നേതൃത്വം പോയി കഴിഞ്ഞാൽ നിയമം സീറ്റ് അടക്കം വിജയിക്കാനായി മത്സരിക്കാൻ. ശരി പ്രശാന്ത്, അങ്ങനെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ഒറ്റപ്പേരിലേക്ക് എത്തുമ്പോൾ അത് വി രാജേഷിന് നറുക്ക് വീഴുകയാണ്. മേയർ സ്ഥാനത്തേക്ക് വി രാജേഷിന്റെ പേരിനാണ് ഇപ്പോൾ മുൻതൂക്കം. അല്പസമയത്തിനകം തന്നെ BJP കേന്ദ്രങ്ങളിൽ നിന്നും അത് ഔദ്യോഗിക അറിയിപ്പായി ലഭ്യമാവുകയും ചെയ്യും.